തരൂറിന്റെ രാജ്യസ്നേഹം പറയാതിരിക്കാൻ കഴിയില്ല. തരൂറിനെ കോൺഗ്രസ് ഇപ്പോൾ തള്ളി പുറത്താക്കുകയാണ്. അതായത് BJP-യിലേക്ക് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയാണെന്ന് തോന്നുന്നു. കാരണം KCക്ക് മുഖ്യമന്ത്രി ആകണമെങ്കിൽ തരൂർ പുറത്താകണം. കാരണം KCയെക്കാളും തലയ്ക്ക് ആളുതാമസമുള്ള ആളാണ് തരൂർ. അപ്പോൾ തീർച്ചയായിട്ടും തരൂറിനെ തള്ളാനുള്ള എല്ലാ നീക്കങ്ങളും കോൺഗ്രസ് നടത്തുമ്പോൾ ചേർത്ത് പിടിക്കുകയാണ് BJP. അതായത് തരൂർ പറയുന്നത് രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ, രാഷ്ട്രീയമുള്ളൂ എന്നാണ് തരൂർ പറയുന്നത്. തരൂറിന് എന്തെങ്കിലും പദവി കൊടുത്ത് BJP-യിലേക്ക് വരുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ? തീർച്ചയായിട്ടും തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഈ കോൺഗ്രസിൽ നിന്നിട്ട് വലിയ കാര്യമില്ല. കാരണം AICCക്കൊക്കെ അതൃപ്തിയായി തരൂരിനോട്. കാരണം ഇത്തരത്തിൽ ഇന്ത്യയുടെ വിജയരഹസ്യങ്ങൾ അല്ലെങ്കിൽ വിജയത്തിൻ്റെ ആ ഒരു സന്തോഷ വാർത്ത ലോകരാജ്യങ്ങളെ അറിയിക്കാനുള്ള സംഘത്തിൽ തരൂരിനെ നേതാവായി BJP തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് വളരെ സന്തോഷപൂർവ്വം AICCയെ പോലും അറിയിക്കാതെ തരൂർ അത് ഏറ്റെടുത്തു. അതിൽ അതൃപ്തി ഭയങ്കരമായിട്ട് പുകയുകയാണ്. അപ്പോൾ PJ കുര്യനൊക്കെ തരൂരിനെതിരായി രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും തരൂർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി കോൺഗ്രസിൽ വലിയ ഭാവിയില്ല. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനിരിക്കുകയാണ്. തരൂരിന് ഇനി സീറ്റ് പോലും ഒരുപക്ഷെ നിയമസഭയിലേക്ക് കൊടുക്കില്ല, MP ആയി ഇരിക്കുന്നതുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഒരു MP ആയി മടങ്ങേണ്ടി വരും. തരൂർ ഉന്നം വയ്ക്കുന്നത് ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തിന് വേണ്ടിയാണ്. അതായത് BJP-ക്കൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അതുവഴി രാഷ്ട്രപതി വരെ ആയേക്കാനുള്ള ലക്ഷ്യങ്ങളായിരിക്കാം തരൂരിൻ്റെ മുന്നിലുള്ളത്. അതാ ഏറ്റവും വലിയ ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ഒരു വിശ്വപൗരനാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം അഭിമാനം ഉള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തെ ആ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്ന് തരൂരിനെ ഇരുത്താൻ BJP-യും ശ്രമിക്കും. കാരണം രണ്ട് ഗുണമാണ് BJP-ക്ക്. തരൂരിന് സ്വാഭാവികമായിട്ടും BJP അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. സ്വാഭാവികമായും തിരുവനന്തപുരത്ത് വീണ്ടും ഒരു ഇലക്ഷൻ വന്നാൽ രാജീവ് ചന്ദ്രശേഖർ നിഷ്പ്രയാസം ജയിക്കും. അപ്പോൾ BJP-ക്ക് തിരുവനന്തപുരത്ത് ഒരു സീറ്റ് കൂടി ലഭിക്കും. നിലവിലുള്ള തൃശ്ശൂരിന് പുറമെ തിരുവനന്തപുരം ഒരു സീറ്റായി BJP-ക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ BJP ഈ ഒരു നീക്കത്തിന് കുട പിടിക്കും സ്വാഭാവികമായി. അതിനു വേണ്ടിയിട്ടാണ് തരൂരിനെ ഈ ഒരു സംഘത്തിൽ ഉൾപ്പെടുത്തുന്നതും. ഇനി വളരെ ഗ്രാജുവലായിട്ടുള്ള നീക്കങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത്. കാരണം ഈ യാത്ര കഴിയുന്നതോടെ തരൂർ BJP-യുടെ അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്ന വലിയ നേതാവായി മാറും. സ്വാഭാവികം BJP അടുത്ത തന്ത്രങ്ങൾ നീക്കി തുടങ്ങിയെന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂർ വിശ്വപൗരനാണ്, UN സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് അദ്ദേഹം. പറയുന്ന കാര്യങ്ങളിൽ എപ്പോഴും ഉറച്ചു നിൽക്കും. മോദിയെ പോഴ്ത്തുക എന്ന് പറയുന്നത് മാത്രമല്ല, BJP-യുടെ വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ള ഒരാൾ കൂടിയാണ് ശശി തരൂർ എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കോൺഗ്രസിന് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളത് ശരിയാണ്. ആ അതൃപ്തി എന്ന് പറയുന്നത് VD സതീശനും KC വേണുഗോപാലിനും മറ്റു ചില ആളുകൾക്കുമുള്ള അതൃപ്തി എന്ന് പറയുന്നത് തരൂറിനെ മുഖ്യമന്ത്രിയാക്കി കളയുമോ, ഇനി ഒരു ഊഴം UDF-ന് കേരളത്തിൽ കിട്ടുമോ എന്നുള്ളത് ഒരു സംശയമാണ്. കാരണം ഈ ഇലക്ഷൻ അടുക്കാറാവുമ്പോൾ LDF ഉണ്ടാക്കുന്ന തന്ത്രങ്ങളിലൊക്കെ UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു സംശയമാണ്. അതവിടെ നിൽക്കുമ്പോഴും ഇപ്പോഴും മുഖ്യമന്ത്രി കുപ്പായം തുന്നി ഓരോരുത്തർ വച്ചിരിക്കുകയാണ്, രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ. അപ്പോൾ ഇതിലേക്ക് തരൂറിനെ പരിഗണിക്കുമോ എന്നുള്ള ഒരു ഭയം ഇവർക്കെല്ലാവർക്കും ഉണ്ട്. സതീശനും KCക്കും ചെന്നിത്തലയ്ക്കും സുധീരന് വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഈ അടുത്ത ഇലക്ഷൻ ആകുന്നതിന് മുൻപേ ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് തള്ളി പുറത്താക്കുക, അത് പുറത്താക്കൽ നടത്തിയാൽ ഇവർക്ക് വിജയം കാണാൻ കഴിയും എന്നുള്ളത്. ഇതിന്റെ ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക വാദ്രയും അടങ്ങുന്നതാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാലും ഇല്ലെങ്കിലും പട്ടായയിലോ വിയറ്റ്നാമിലോ ഇപ്പോൾ കറങ്ങിക്കൊണ്ട് നടക്കും. ഇപ്പൊ അദ്ദേഹം ഹിമാലയത്തിൽ എന്നാണ് കേൾക്കുന്നത്. കുറച്ചുനാൾ ധ്യാനം, അത് കഴിയുമ്പോൾ ഈ സുഖസൗകര്യങ്ങൾ അനുഭവിക്കില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലാതെ കോൺഗ്രസിനെ വളർത്തണമെന്നോ മുത്തച്ഛനും മുത്തച്ഛിയും ചെയ്തു വെച്ച കാര്യങ്ങൾ എന്താ പറയുക, ചില ശരികളുമുണ്ട്, അതിലേറെ തെറ്റുകളുമുണ്ട്, അത് തിരുത്തി മുന്നോട്ട് പോകണമെന്നോ ഒന്നും ചിന്തയില്ലാത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു കൃത്യമായ രാഷ്ട്രീയ ഭാവിയൊന്നും കോൺഗ്രസിൽ ഇല്ല എന്നുള്ളത് മാത്രമല്ല, KC അദ്ദേഹത്തിന്റെ പെട്ടി പിടിച്ച് കോൺഗ്രസിനെ പതനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ശശി തരൂരിനെ പോലെ കഴിവുള്ള, ആത്മാർത്ഥതയുള്ള, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് കോൺഗ്രസിന്റെ പതനത്തിന്റെ ഏറ്റവും അവസാനത്തെ നാഴികക്കല്ലാണ് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവിടെയാണ് BJP തന്ത്രങ്ങൾ മെനയുന്നത്. BJP പൂർണ്ണമായും ശശി തരൂരിനെ ഈ പ്രതിനിധി സംഘത്തിലേക്ക്
അതിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കുന്നു. പിന്നെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ തരൂറിനെ എല്ലാവിധ സൗകര്യങ്ങളും നൽകിക്കൊണ്ട് തരൂറിനെ സ്വീകരിക്കുന്നു. സ്വാഭാവികമായിട്ടും തരൂർ നോക്കുമ്പോൾ ഇത്രയും കാലം കോൺഗ്രസിൽ നിന്നിട്ട് തരൂറിന് അർഹിക്കുന്ന ഒരു സ്ഥാനം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. സ്വാഭാവികമായും BJP-യിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഉന്നതിയിലേക്ക് വരെ എത്താൻ അർഹതയുള്ള കഴിവുള്ള ഒരാളാണ് തരൂർ. BJP-യിൽ കഴിവുള്ള ആളുകൾ എപ്പോഴും അവർ എടുക്കാറുണ്ട്, അവർ സ്വീകരിക്കാറുമുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തരൂറിന് അത്തരമൊരു ഇപ്പോൾ ഉപരാഷ്ട്രപതി പദത്തിലേക്കൊക്കെ തരൂറിനെ പരിഗണിച്ചാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും തരൂരിനെ ഇനിയിപ്പോൾ തരൂരിനും ഇനി ഈ കോൺഗ്രസിനോട് മമതയില്ല, കോൺഗ്രസിനും ഇനിയിപ്പോൾ തരൂരിനോട് യാതൊരു താല്പര്യമില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് AICCക്ക് അനഭിമതനായി കഴിഞ്ഞു ശശി തരൂർ. സ്വാഭാവികമായിട്ടും BJP-യുടെ ഇത്തരത്തിലുള്ള ദൗത്യത്തിൽ തരൂർ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്കത് പലരും അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ തരൂരിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും KC വേണുഗോപാലിനെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇനി തരൂരിനെ പുകഴ്ത്തിയിട്ട് കാര്യമില്ലെന്ന് തിരുവഞ്ചൂരിന് അറിയാം. KC വേണുഗോപാലിനെ പുകഴ്ത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു സീറ്റ് കിട്ടും, അതിൽ ജയിച്ച് അടുത്ത വീണ്ടും ഒരു മന്ത്രിസ്ഥാനമാണ് തിരുവഞ്ചൂർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ PJ കുര്യനും ഒക്കെ ഇത്തരത്തിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് തരൂർ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തരൂർ BJP-യിലേക്ക് പോകുമെന്ന് ഇവരെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ തരൂരിനെ ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കി മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ളതാണ് ഈ മറ്റ് നേതാക്കൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പറഞ്ഞതുപോലെ BJP-യിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ BJP-യിൽ കാത്തിരിപ്പുണ്ട്. ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതിയായി ഒരു 5 വർഷം കഴിഞ്ഞാൽ പിന്നീട് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയും. പ്രായവും അത്ര കൂടുതലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ ഒരു പദവികളിലൊക്കെ എത്തിപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് അദ്ദേഹം അതിനുള്ള കരുക്കൾ നീക്കും. മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാഗൽഭ്യവും എല്ലാം മോദി തിരിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം BJP-യുടെ ഭാഗത്തു നിന്ന് നടക്കും. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തനായ പ്രഗത്ഭനായ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. മറ്റൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ലോകരാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ശശി തരൂരിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന അത്രയും കഴിവുറ്റ ഒരു വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് അത് അവർ BJP ശക്തമായി തന്നെ ഉപയോഗപ്പെടുത്തും. ഈ രാജ്യസ്നേഹം കാണിക്കുന്നവരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു നിലപാട് കോൺഗ്രസ് എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് മാത്രമേ കോൺഗ്രസ് രക്ഷപ്പെടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ നിയന്ത്രിക്കാനും നയിക്കാനും ഒന്നും ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഈ സ്ഥാനമാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഗ്രൂപ്പിസവും സ്ഥാനമാനങ്ങളും. ഇപ്പൊ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി, നാളെ വേറെ എന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടി അടി, ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിലെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. അവിടെ എടുത്തു പറയാൻ ഒരു നേതാവ് കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് നമുക്ക് അതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ എന്താ പറയുക പരാജയം തന്നെയാണ്. ഇപ്പൊ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ 2ാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ പരാജയം കൊണ്ട് തന്നെയാണ്. കോൺഗ്രസിനെ സ്ഥാനമാനങ്ങൾക്കപ്പുറം അവർക്ക് പാർട്ടിയെ വളർത്തണമെന്നോ അണികൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാർട്ടിക്ക് വേരുറപ്പിക്കണമെന്നോ ആഗ്രഹമൊന്നും കോൺഗ്രസിനില്ല. രാജ്യസ്നേഹം കാണിക്കുന്ന എല്ലാവരും കോൺഗ്രസിന് പുറത്താണ്. ആരും രാഷ്ട്രീയ സ്നേഹം കാണിക്കാൻ പാടില്ല എന്നാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്ന സന്ദേശം. ആ സന്ദേശം അണികളെങ്കിലും തിരിച്ചറിയുക. കോൺഗ്രസിനെ പിന്താങ്ങാൻ ഇനി അണികൾ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.